കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഇനി റിസൾട്ടിനായുള്ള കാത്തിരിപ്പാണെങ്കിൽ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉച്ചസ്ഥായിയിലേക്ക് കടക്കുകയാണ്. സൈക്കിൾ ചവിട്ടി വിസിലടിച്ച് കന്യാകുമാരിയിൽ TVKയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശത്തിലാക്കിയിരിക്കുകയാണ് വിജയ്. റോഡ് ഷോയോടെയാണ് കന്യാകുമാരിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത്. വിജയ് ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. அந்த விசில் சின்னத்துக்கு நேரா இருக்கிற அந்த பட்டனை ஒரு அழுத்துங்க. இது ஒரு தலைமுறைக்கான ஒரு தேர்தல், உங்களுக்கான தேர்தல். அத்தனை வழிகளையும் தாங்கிக்கிட்டு உங்களுக்காக மட்டுமே வந்திருக்கிறேன். ஒரு நாளும் பொய் சொல்லி உங்களை நான் ஏமாத்த மாட்டேன். இந்த 4 முனை போட்டி 40 முனை போட்டி எத்தனை முனை போட்டி எத்தனை உருட்டினாலும் இங்க 2 முனை போட்டி தான். ஒன்னு TVK, இன்னொன்னு DMK. மக்கள் விரோத ஆட்சி நடத்துற ஸ்டாலின் சார் வேணுமா, மக்களை நேசிக்கிற உங்க விஜய் வேணுமா? அவ்வளவுதான் இந்த தேர்தலே. அதனால உங்க பிள்ளைக்கு, உங்க அண்ணனுக்கு, உங்க தம்பிக்கு, உங்க மகனுக்கு ஒரே ஒரு வாய்ப்பு கொடுங்க. தயவு செஞ்சு விசில் சின்னத்துக்கு ஓட்டு போடுங்க. இது ஒரு விசில் புரட்சி தேர்தலா இருக்கணும். கான்பிடென்டா இருங்க, நல்லதே நடக்கும். வெற்றி நிச்சயம், வெற்றி நிச்சயம், வெற்றி நிச்சயம். കന്യാകുമാരിയിൽ വിജയുടെ മെഗാ റോഡ് ഷോ പുരോഗമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സൈക്കിൾ ചവിട്ടിയും വിസിലടിച്ചും ഒക്കെ വിജയ് അവിടെ കളം നിറയുന്നുണ്ട്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ വിജയ് എന്ത് മാജിക് കാണിക്കുന്നു എന്നതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഇപ്പോൾ VR കാർത്തിക് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. കാർത്തിക്, തന്റെ വിസിൽ ഊതിക്കൊണ്ട് വലിയ രീതിയിൽ ആളുകളെ ആവേശത്തിലാക്കുന്നുണ്ട്, വലിയ ഡയലോഗുകൾ വരുന്നുണ്ട്, മാസ് ഡയലോഗുകൾ വരുന്നുണ്ട് വിജയിൽ നിന്നും. നേരത്തെ സുരക്ഷാ കാരണങ്ങളാൽ പൊതുസമ്മേളനം ഉൾപ്പെടെ ഒഴിവാക്കിയിരുന്നു. പക്ഷേ റോഡ് ഷോയിൽ നമുക്കറിയാം, തടിച്ചുകൂടിയ ജനങ്ങളെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വൻ വൈബിലാണ് വിജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നാണോ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും രേണുക, തമിഴകത്ത് തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ പാരമ്യത്തിലാണ്. ഏപ്രിൽ 23-നാണ് അവിടെ തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 21 വരെയാണ് പരസ്യ പ്രചരണം. ഇപ്പോൾ കന്യാകുമാരി ജില്ലയിലെ 6 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഈ 6 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തമിഴക വെട്രി കഴകത്തിന്റെ പ്രചാരണമാണ് നമ്മൾ കാണുന്നത്. നായകൻ വിജയ് തന്നെ റോഡ് ഷോയിലൂടെ പ്രവർത്തകരെ ആവേശത്തിലാക്കുന്നു. തൂത്തുക്കുടിയിൽ വിമാനമിറങ്ങി റോഡ് മാർഗമാണ് കന്യാകുമാരിയിലേക്ക് എത്തിയത്. ഈ വഴിയിലുടനീളം പ്രവർത്തകരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് വിജയ് ഇവിടേക്ക് എത്തിയത്. പ്രത്യേകം തയ്യാറാക്കിയ തുറന്ന ബസ്സിലാണ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. അതിന് മുന്നോടിയായി പ്രവർത്തകരെ ആവേശത്തിലാക്കാൻ അവിടെ മഹാനാഥപുരത്തെത്തിയ വിജയ്
സൈക്കിൾ ചവിട്ടി വിസിലടിച്ചാണ് പ്രവർത്തകരോട് വോട്ട് ചോദിച്ചത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. നേരത്തെ രേണുക ചോദിച്ചതുപോലെ വളരെ ശക്തമായ വിമർശനവും അതോടൊപ്പം തന്നെ പ്രവർത്തകർക്കിടയിൽ വിശ്വാസം ആർജിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രസംഗമാണ് വിജയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ നമ്മൾ കേട്ടത് എല്ലാ വേദനകളും സഹിച്ച് നിങ്ങൾക്കായി ഇവിടം വരെ വന്നിരിക്കുന്നു, നിങ്ങളെ ഒരിക്കലും കബളിപ്പിക്കില്ല എന്നാണ് വിജയ് പ്രവർത്തകരോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ DMK ലക്ഷ്യമാക്കിയുള്ള വിമർശനങ്ങളാണ് ഈ ചുരുങ്ങിയ വാക്കുകൾക്കിടയിലും വിജയ് നടത്തുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ജനങ്ങളെ വിലകൽപ്പിക്കാത്ത സ്റ്റാലിനെ വേണോ അതോ നിങ്ങളെ സ്നേഹിക്കുന്ന വിജയെ വേണോ? ഇതാണ് പ്രവർത്തകരോട്, ചുറ്റും കൂടി നിന്ന പ്രവർത്തകരോട് വിജയ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ കന്യാകുമാരി ജില്ലയിൽ TVK സ്വാഭാവികമായും ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്കിടയിൽ ഒരു ആത്മവിശ്വാസം വളർത്തിയെടുക്കുക വളരെ പ്രധാനമാണ്. വിജയുടെ വാക്കുകളിൽ അതുമുണ്ട് എന്നത് ഏറെ കൗതുകകരമാണ്. ഒരവസരം തനിക്ക് തരൂ, ആത്മവിശ്വാസത്തോടെ ഇരിക്കൂ, വിജയം നിശ്ചയമാണ് എന്നുകൂടി പ്രവർത്തകരോട് പറഞ്ഞു വെച്ച ശേഷമാണ് ഇപ്പോൾ വിജയ് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ ആ വാഹനത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് കന്യാകുമാരി ജില്ലയിലെ 6 മണ്ഡലങ്ങളിൽ നിന്ന് വിജയെ കാണാനെത്തിയ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നത്. നേരത്തെ നമുക്കറിയാം, നേർക്കുനേർ പോരാട്ടം AIADMKയും DMKയും തമ്മിൽ നടക്കുന്ന ജില്ലയാണ് കന്യാകുമാരി. ഈ പർട്ടിക്കുലർ മണ്ഡലത്തിൽ AIADMKയുടെ MLA ആണ് ഇപ്പോൾ ഉള്ളത്. ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം അവിടെ അതിന് വഴിയൊരുങ്ങിയിരിക്കുന്നു. ആ ത്രികോണ മത്സരത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് വിജയുടെ അവിടുത്തെ സാന്നിധ്യം, ഒപ്പം ഈ പ്രവർത്തകരുടെ ആവേശവും. എന്തായാലും കന്യാകുമാരിയിൽ വിജയുടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചത് പലതരത്തിലുള്ള വിമർശനങ്ങൾ DMK വിജയ്ക്കെതിരെ ഉയർത്തിയിരുന്നു. അതായത് ഏപ്രിൽ 8-ന് തിരുനെൽവേലിയിലും തൂത്തുക്കുടിയിലും ഇത്തരത്തിൽ മെഗാ റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഏപ്രിൽ 9-ന് കൂടലൂരിൽ നിശ്ചയിച്ച പരിപാടി റദ്ദാക്കി. മാത്രമല്ല മറ്റ് ചില തെരഞ്ഞെടുപ്പ് പരിപാടികളും വിജയ് റദ്ദാക്കി. വർക്ക് ഫ്രം ഹോം എന്ന തരത്തിൽ വിജയെ ലക്ഷ്യമാക്കിയുള്ള വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്നും DMKയും ഉയർത്തിയത്. ഇതിനൊക്കെയുള്ള മറുപടി പ്രതീക്ഷിച്ചിരുന്നു കന്യാകുമാരിയിൽ. പക്ഷേ അതിനുള്ള മറുപടി ഒന്നും വിജയ് നൽകിയില്ല. എന്നാൽ TVK ശക്തമായ ത്രികോണ മത്സരം കന്യാകുമാരിയിൽ കാഴ്ചവെക്കുമെന്ന വ്യക്തമായ സൂചന നൽകി. തിങ്ങി നിറഞ്ഞ ജനസഞ്ചയത്തിന് നടുവിൽ, പ്രവർത്തകർക്ക് നടുവിൽ, ആരാധകർക്ക് നടുവിൽ അവരെ ആവേശത്തിലാക്കുന്ന പ്രസംഗം തന്നെയാണ് വിജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സൈക്കിൾ ചവിട്ടി വിസിലടിച്ച് വോട്ട് ചോദിച്ച് പ്രവർത്തകരെ ഇപ്പോഴും അഭിസംബോധന ചെയ്യുകയാണ് തുറന്ന വാഹനത്തിൽ വിജയ്. രേണുക, തീർച്ചയായും ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് വലിയ ഹാരവുമായി അത് ഇടാനെത്തിയ വ്യക്തി ആ വ്യക്തിക്ക് തന്നെ ആ ഹാരം അണിയിച്ച് വിജയ് മടക്കുന്ന കാഴ്ച കൂടിയാണ്. വ്യത്യസ്ത പ്രചരണമാണ് വിജയ് തമിഴ്നാട്ടിൽ കാഴ്ചവെക്കുന്നത്. എന്തായാലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും വലിയ ആവേശം സൃഷ്ടിക്കാൻ വിജയെ സംബന്ധിച്ചാകുന്നുണ്ട് എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്.